ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു 3 വർഷം മുമ്പ് നമ്മുടെ ആൻമരിയ ക്രിസ്റ്റീന ഷാലോമിന് വേണ്ടി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. ഒരു അടിപൊളി അനുഭവ സാക്ഷ്യമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ആരും കേൾക്കാതെ ഈശോയുടെ ചെവിയിൽ അവൾ പറഞ്ഞ ആ ഒരു കൊച്ചാഗ്രഹം ഈശോ എങ്ങനെയാണ് സാധിച്ചു കൊടുത്തതെന്ന് കേൾക്കണ്ടേ? ആത്മീയ ജീവിതത്തിൽ ഉയരാൻ കൊതിക്കുന്ന എല്ലാവരും ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും ആൻമരിയ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ബൈബിളിൽ നിന്നുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. നമുക്കതൊന്ന് കേൾക്കാം. രാവിലെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മുറിയിലെത്തിയത്. മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ ഒരു സന്ദേശം: ഡാഡിക്ക് കോവിഡ് പോസിറ്റീവായിരിക്കുന്നു. പ്രായം 68 ആയിട്ടുണ്ട്. 2 വർഷത്തിലധികമായി നഴ്സ് എന്ന നിലയിൽ കൊറോണ രോഗികളെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് മനസ്സിൽ അല്പം ഭയം തോന്നി. 2 വർഷമായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കണ്ടിട്ട് ഫോൺ വിളിക്കുമ്പോഴെല്ലാം ഡാഡി ചോദിക്കും, മോളെ എന്നാ വരിക? ലീവില്ല എന്ന് പറയുമ്പോൾ ഡാഡിയുടെ മുഖത്തെ വിഷമം നിത്യസംഭവമായി മാറിയിരുന്നു. മനസ്സിലേക്ക് ഇതെല്ലാം ഓരോന്നായി കടന്നു വന്നു. ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി, ഈശോയെ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം മാത്രം ഈശോയുടെ ചെവിയിൽ പറഞ്ഞു, ഈശോയെ, നിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഡാഡിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ അവസരം തരണം. അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പ് ഡാഡിക്ക് ഒരാപത്തും വരുത്തരുത്. അന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ജോലിക്കിടയിൽ ഈശോയെ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഏകദേശം പുലർച്ചെ 3 മണിയോടുകൂടി അനിയത്തി വിളിക്കുന്നു, ഡാഡിക്ക് ഓക്സിജൻ കുറയുന്നു, എന്താ ചെയ്യേണ്ടത്? മനസ്സിലൂടെ അനേകം കൊറോണ രോഗികളുടെ മുഖങ്ങൾ മിന്നിമറഞ്ഞു. ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെടുന്ന പോലെ. ഡ്യൂട്ടിക്കിടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എമർജൻസി ലീവ് അറേഞ്ച് ചെയ്തു. വിമാനയാത്രയിലുടനീളം അതേ വാക്കുകൾ പ്രാർത്ഥനയായി ഈശോയ്ക്ക് സമർപ്പിച്ചു. ഡാഡി ആശുപത്രിയിൽ അഡ്മിറ്റായി. 15 ലിറ്റർ ഓക്സിജൻ 1 മിനിറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാവിലെ വീട്ടിലെത്തിയ ശേഷം യാത്രാക്ഷീണം കൊണ്ട് അല്പനേരം കിടന്നുറങ്ങി. കൊറോണ രോഗികളെ സന്ദർശിക്കണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ ആരംഭിച്ചു. അമ്മയാണ് ഡാഡിക്കൊപ്പമുള്ളത്. അമ്മയ്ക്കും പ്രായമായി 67 വയസ്സ്. ആരോഗ്യ പ്രശ്നങ്ങൾ 2 പേർക്കുമുണ്ട്. ദൈവത്തിലുള്ള ആശ്രയത്തോടൊപ്പം മകൾ നേഴ്സാണെന്നത് ഒരു പരിധിവരെ അവരെ ധൈര്യപ്പെടുത്തിയെന്ന് പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മാറി മറിയുകയാണ്. മുഖം മുതൽ കാല് വരെ നീര് വെച്ചിട്ടുണ്ട്. ശക്തമായ വേദന. ചില ശാരീരിക അസ്വസ്ഥതകൾ ആ നാളുകളിൽ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ സഹനം കഠിനമായി. വീട്ടിൽ ഞാൻ തനിച്ചാണ്. ഈശോ എന്തോ ചെയ്യാൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത പോലെ. ചിലരുടെ സഹായത്താൽ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. മാതാപിതാക്കളെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ ഓടിയെത്തിയ എനിക്ക് മറ്റൊരാശുപത്രി കിടക്ക ഒരുക്കി ഈശോ കാത്തിരുന്നതോർത്തപ്പോൾ ഈശോയ്ക്ക് ചെറിയൊരു ഡോസ് കൊടുത്തു. ഡാഡിയുടെ അവസ്ഥയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അമ്മയ്ക്കും കൊറോണ ലക്ഷണങ്ങൾ. ആശുപത്രിയിൽ കിടക്കാൻ മനസ്സനുവദിക്കുന്നില്ല. എങ്കിലും പ്രാർത്ഥന മാറ്റിയില്ല. ഈശോയെ, നിന്റെ ഹിതം മാത്രം. ഇങ്ങനെ മനസ്സിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്ന പോലെ ഒരു വൈദികനിലൂടെ ഈശോ സംസാരിച്ചു. നിനക്ക് ശരീരം കൊണ്ട് ചെന്നെത്താൻ കഴിയാത്തിടത്ത് നിന്റെ പ്രാർത്ഥനയാൽ ചെന്നെത്താൻ കഴിയും. ശരീരത്തിൽ ഒരു ശക്തി നിറയുന്നത് പോലെ അനുഭവപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്തു. മൊബൈൽ ഫോണിൽ അമ്മയെ വിളിച്ചു. ഫോൺ സ്പീക്കറിലിട്ട് ഡാഡിയുടെ തലയിണയ്ക്കരികെ വെക്കാൻ പറഞ്ഞു. 23-ാം സങ്കീർത്തനം ഫോണിലൂടെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ന്യൂമോണിയ ബാധിച്ചതിനാൽ ഡാഡിയുടെ ചെസ്റ്റ് എക്സ്റേ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയം. ഏകദേശം 1.5 മണിക്കൂർ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഫോണിലൂടെ പ്രാർത്ഥിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ കണ്ണുനീർ കൊണ്ട് കുതിർന്നു. വീണ്ടും ഈശോയുടെ ഹിതമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം 4 മണിക്കൂറുകളോളം ഡാഡി ശാന്തമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഡാഡിയോട് ചോദിച്ചു, മുഖത്ത് എന്താ ഒരു തെളിച്ചം? അല്പം ഭേദമായ പോലെ ഉണ്ടല്ലോ. ഓക്സിജന്റെ അളവ് കുറച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ് ഓക്സിജൻ 10 ലിറ്റർ ആക്കി. രാത്രിയായപ്പോഴേക്കും 5 ലിറ്റർ ആക്കി. തൊട്ടടുത്ത ദിവസം ഓക്സിജൻ മാസ്ക് മാറ്റി ട്യൂബ് വഴി 2 ലിറ്റർ ആക്കി.
അന്ന് ഒരു എക്സ്റേ കൂടി എടുത്തു. അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിൽ ലഭിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 2 ലങ്സിലും ന്യൂമോണിയ ബാധിച്ച എക്സ്റേയുടെ സ്ഥാനത്ത് വളരെ മെച്ചപ്പെട്ട ക്ലിയറായ എക്സ്റേ. ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ കൊതിച്ചു. അമ്മയ്ക്ക് കൊറോണ ലക്ഷണങ്ങൾ കുറഞ്ഞു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യർക്ക് കർത്തൃപ്രാർത്ഥന നൽകിയ ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു: അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഗെത്സമീൻ തോട്ടത്തിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. മംഗളവാർത്ത അറിയിക്കാനെത്തിയ ഗബ്രിയേൽ മാലാഖിയോട് പരിശുദ്ധ മറിയം പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന് സ്വപ്നദർശനങ്ങൾ ലഭിച്ചതനുസരിച്ച് അദ്ദേഹം അവയെല്ലാം ദൈവഹിതമായി കണ്ട് അനുസരിച്ചു. തിരുക്കുടുംബം നമുക്ക് നൽകുന്ന മാതൃക ദൈവഹിതം നടപ്പിലാക്കുക എന്നതാണ്. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്കും പ്രാർത്ഥിക്കാം: ഈശോയെ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ദൈവവചനത്തിൻ്റെയും ദൈവഹിതത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും ശക്തി എന്താണെന്ന് ഈശോ കാണിച്ചു തന്നു. അതോടൊപ്പം അനേകർ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ സമർപ്പിച്ചു. 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസ്ചാർജായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ എൻ്റെ മാതാപിതാക്കളും. അവധി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഡാഡിയുടെയും അമ്മയുടെയും മുൻപിൽ മുട്ടുകുത്തി അവരുടെ കരങ്ങൾ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹം വാങ്ങി. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും കണ്ണുനീർത്തുള്ളികളായി ഒഴുകിയിറങ്ങി. അവരുടെ പാദങ്ങൾ തൊട്ടു വണങ്ങുമ്പോൾ ഈശോ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ചെവിയിൽ പറഞ്ഞ ആ രഹസ്യം ഓർക്കുന്നില്ലേ? ഈശോയെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഒരു ഫ്ലൈയിങ് കിസ് എൻ്റെ ചങ്കിന്. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 15-ാം തിരുവചനം. ഈശോ അനുഗ്രഹിക്കട്ടെ.